Good morning students, welcome back to English Classroom. ഇന്ന് നമ്മൾ 84ാമത്തെ പേജിലെ ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ലൂസി ക്ലിഫോർഡിൻ്റെ ഒരു കഥയാണ് വായിക്കാൻ പോകുന്നത്. ലൂസി ക്ലിഫോർഡ് 1846-1929, better known as Mrs. W.K. Clifford. അപ്പോൾ ലൂസി ക്ലിഫോർഡ് എന്ന് പറയുന്ന ഇവർ 1846 ജനിക്കുകയും 1929 മരിക്കുകയും ചെയ്ത മിസിസ് W.K. ക്ലിഫോർഡ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. വാസ് എ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. ബ്രിട്ടീഷ് നോവലിസ്റ്റും പിന്നെ പത്രപ്രവർത്തകയുമാണ് ആയിരുന്നു. ആൻഡ് ദ വൈഫ് ഓഫ് വില്യം കിങ്ഡം ക്ലിഫോർഡ്. വില്യം കിങ്ഡം ക്ലിഫോർഡിൻ്റെ ഭാര്യയുമാണ്. ഹെർ ബെസ്റ്റ് നോൺ സ്റ്റോറി മിസ്സിസ് കീറ്റ്സ് ക്രൈം 1885. ഇവരുടെ ഏറ്റവും നന്നായി അറിയപ്പെടുന്ന കൃതി എന്ന് പറയുന്നത് മിസ്സിസ് കീറ്റ്സ് ക്രൈം എന്ന് പറയുന്ന 1885 ഇറങ്ങിയതാണ്, പബ്ലിഷ് ചെയ്തതാണ്. വാസ് ഫോളോഡ് ബൈ സെവറൽ അതർ വോള്യൂംസ്. അതിനുശേഷം മറ്റ് പുസ്തകങ്ങൾ ഇറക്കുകയുണ്ടായി. ഷീ ഓൾസോ റോട്ട് ദ ലാസ്റ്റ് ടച്ചസ് ആൻഡ് അതർ സ്റ്റോറീസ് 1892. 1892 പബ്ലിഷ് ചെയ്ത ദ ലാസ്റ്റ് ടച്ചസ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറയുന്നതും ഇവർ എഴുതിയതാണ്. ആൻഡ് മേർ സ്റ്റോറീസ് 1896 1896 പബ്ലിഷ് ചെയ്ത മേർ സ്റ്റോറീസും ആൻഡ് എ പ്ലേ, പിന്നെ ഒരു നാടകവുമുണ്ട്, എ വുമൺ അലോൺ എന്ന് പറയുന്ന 1898. She is perhaps most often remembered, however, as the author of the Anyhow Stories, Moral and Otherwise 1882, a collection of stories written for children. കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു കഥാസമാഹാരമായ 1882 പബ്ലിഷ് ചെയ്ത ദ എനിഹൗ സ്റ്റോറീസ് മോറൽ ആൻഡ് അതർവൈസ് എന്ന് പറയുന്ന ഈ കൃതിയിലൂടെയായിരിക്കും ഇവർ കൂടുതൽ ഓർക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലൂസി ക്ലിഫോർഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്, കുന്നിന് മുകളിലെ വെളിച്ചം എന്ന് പറയുന്ന ഈ കഥയിലേക്ക് പ്രവേശിക്കാം. യു ഹാവ് റെഡ് ദ അനക്ഡോട്ട് സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്, ഹാവൻറ്റ് യു? നിങ്ങൾ സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഈ അനക്ഡോട്ട് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വായിച്ചുവല്ലോ. സ്മാർട്ട് വർക്ക് ഡൺ വിത്ത് ഡെഡിക്കേഷൻ ബ്രിങ്സ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുന്ന ജോലി അത് നമുക്കെന്ത് തരും? സന്തോഷവും അതോടൊപ്പം തന്നെ വിജയവും നൽകും. റീഡ് ദ സ്റ്റോറി അബൌട്ട് എ ബോയ് ഹു വാണ്ടഡ് ടു പെയിൻറ്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇവിടെ ഒരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇവിടെയുള്ളത്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഇൻസ്പയർഡ് ഹിം ഇൻ ഹിസ് ജേർണി. നമുക്ക് കണ്ടെത്താം അവൻ്റെ ഈ ജീവിത യാത്രയിൽ അവൻ എന്തൊക്കെയാണ് പ്രചോദിപ്പിച്ചത് എന്നുള്ളത്. ഓക്കെ. ഐ വാണ്ട് ടു വർക്ക് അറ്റ് മൈ പിക്ചർ, ഹി സെഡ്, and went into the field. The little sister went too and stood by him watching while he painted. I want to work at my picture. എനിക്ക് ചിത്രം വരയ്ക്കണം, he said. അവൻ പറഞ്ഞു. And went into the field. എന്നിട്ട് അവൻ വയലിലേക്ക് പോയി. The little sister went too. അവൻ്റെ ചെറിയ പെങ്ങളും അവനോട് കൂടെ പോയി. And stood by him watching while he painted. അവൻ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ അവളും നിന്നു. The trees are not quite straight, she said. And oh dear brother, the sky is not blue enough. അപ്പോൾ തൻ്റെ സഹോദരൻ വരയ്ക്കുന്ന ചിത്രത്തിൽ അതിലുള്ള കുറവുകളും മറ്റു കാര്യങ്ങളും ന്യൂനതകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് അവൻ്റെ കുഞ്ഞു പെങ്ങൾ. അവൾ പറയുകയാണ്, ദ ട്രീസ് ആർ നോട്ട് ക്വൈറ്റ് സ്ട്രൈറ്റ്. ആ മരങ്ങളൊന്നും നേരാവണ്ണമല്ല നിൽക്കുന്നത്. ഷീ സെഡ്, അവൾ പറഞ്ഞു. ആൻഡ് ഓ ഡിയർ ബ്രദർ, എൻ്റെ പ്രിയ സഹോദര, ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ ഇനഫ്. ആകാശത്തിന് വേണ്ടത്ര നീല നിറമില്ല. It will all come right soon, he answered. Will it be of any good? It will all come right soon. ഇപ്പോൾ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഇപ്പോൾ ശരിയാകും. He answered. അവനും മറുപടി പറഞ്ഞു. Will it be of any good?
അതായത് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Oh yes, she said, wondering that he should even ask. It will make people happy to look at it. They will feel as if they were in the field. Oh yes, അതുകൊണ്ട് she said, അവൾ പറഞ്ഞു. Wondering that, അവൾ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, he should even ask, അതെങ്കിലും അവൻ ചോദിച്ചല്ലോ എന്നുള്ള രീതിയിൽ. ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. നിൻ്റെ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ജനങ്ങളത് സന്തോഷിപ്പിക്കും. ദേ വിൽ ഫീൽ ആസ് ഇഫ് ദേ വർ ഇൻ ദ ഫീൽഡ്. അവരൊരു ഫീൽഡിൽ, അവരൊരു വയലിലാണ് നിൽക്കുന്നതെന്ന് പോലും അവർക്ക് തോന്നിപ്പോകും എന്ന് അവനക്ക് ധൈര്യം കൊടുക്കുകയാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ, ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി. അവൻ സംശയത്തിൽ ചോദിക്കുകയാണ്, ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി, ഈ ചിത്രം ഞാൻ വളരെ മോശമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി, അത് അവരെ സങ്കടപ്പെടുത്തുകയില്ലേ? ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്, ഷീ ആൻസേർഡ്, ആൻഡ് ഫോർ ദിസ് റീസൺ ദേ വിൽ ലൈക്ക് യുവർ വർക്ക്. ലുക്ക് അപ്പ്, she said suddenly, look up at the light upon the hills. And they stood together looking at all he was trying to paint, at the trees and the field, at the deep shadows and the hills beyond, and the light that rested upon them. The sunlight was glimmering, the leaves were rustling, they could hear a stream rippling somewhere. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി, നീ നിൻ്റെ ജോലി, ഈ ചിത്രം വരയ്ക്കുന്നത് നീ ആത്മസമർപ്പണത്തോടെ കൂടിയും പിന്നെ സത്യസന്ധതയോടും കൂടിയാണെങ്കിൽ പീപ്പിൾ വിൽ നോ, ജനങ്ങളറിയും, ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്, നീ എത്രത്തോളം അതിന് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഷീ ആൻസേർഡ്, അവൾ പറഞ്ഞു. ആൻഡ് ഫോർ ദിസ് റീസൺ, ഇക്കാരണം കൊണ്ട് തന്നെ ദേ വിൽ ലൈക്ക് യുവർ വർക്ക്, നിൻ്റെ ഈ ചിത്രം അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും. ലുക്ക് അപ്പ്, നോക്ക്. ഷീ സഡൻലി, അവൾ പെട്ടെന്ന് പറഞ്ഞു. ലുക്ക് അപ്പ് അറ്റ് ദ ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്, ആ കുന്നിന് മുകളിലെ ആ വെളിച്ചത്തിലേക്ക് നോക്ക്. ആൻഡ് ദേ സ്റ്റുഡ് ടുഗദർ ലുക്കിംഗ് അറ്റ് ഓൾ ഹി വാസ് ട്രൈങ് ടു പെയിൻറ്റ്, അവൻ വരയ്ക്കാൻ ശ്രമിക്കുന്ന ആ വസ്തുക്കളിലേക്ക് അവർ രണ്ടുപേരും എന്ത് ചെയ്തു, അങ്ങനെ നോക്കി നിന്നു. അറ്റ് ദ ട്രീസ്, മരങ്ങളിലേക്ക്, ആൻഡ് ദ ഫീൽഡ്, വയലിലേക്ക്, അറ്റ് ഡീപ്പ് ഷാഡോ ആൻഡ് ദ ഹിൽ ബിയോണ്ട്, നിഴലിലേക്കും പിന്നെ ആ കുന്നുകളിലേക്കും, ആൻഡ് ദ ലൈറ്റ് ദാറ്റ് റെസ്റ്റഡ് അപ്പോൺ ദം, അവയ്ക്ക് മുകളിൽ നിൽക്കുന്ന വെളിച്ചത്തിലേക്കും അവർ നോക്കി. ദ സൺലൈറ്റ് വാസ് ഗ്ലിമ്മറിങ്, സൂര്യൻ്റെ വെളിച്ചം അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ദ ലീവ്സ് വർ റസ്ലിംഗ്, അവിടെയുള്ള മരങ്ങളിലുള്ള ഇലകൾ അവ ഇങ്ങനെ മർമര ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ദേ കുഡ് ഹിയർ എ സ്ട്രീം റിപ്ലിംഗ് സംവേർ, അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എ സ്ട്രീം, ഒരു അരുവി, റിപ്ലിംഗ്, അത് വെള്ളം, ആ അരുവിയിൽ നിന്ന് വെള്ളം ചാടുന്നത്, സംവേർ, അവിടെ അടുത്തായിട്ട്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ഗേൾ സെഡ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ ടു മേക്ക് തിങ്ക് ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ഇത് വളരെ സുന്ദരമായ ലോകമാണ്. ദ ഗേൾ സെഡ്, ആ പെൺകുട്ടി പറഞ്ഞു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ, മാത്രമല്ല വളരെ മഹാത്മ്യമുള്ള കാര്യമാണ്. ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്, അതിനു വേണ്ടിയിട്ട്, ആ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, മഹാത്മ്യമുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ബോയ് എക്കോർഡ് സാഡ്ലി. ഇറ്റ് ഈസ് എ സിൻ ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ് ദ വേൾഡ് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ഇത് വളരെ സുന്ദരമായ ലോകമാണ്. ദ ബോയ് എക്കോർഡ് സാഡ്ലി, ആ ആൺകുട്ടി ആവർത്തിച്ച് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു. ഇറ്റ് ഈസ് എ സിൻ, ഇതൊരു തെറ്റാണ്. എന്ത്, ടു ഡു എനിത്തിങ്, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്, വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ് ദ വേൾഡ് ബാഡ്ലി, ഈ ലോകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്, ഓർ ഇംപെർഫെക്റ്റ്ലി, അല്ലെങ്കിൽ ന്യൂനതയോട് കൂടി എന്തെങ്കിലും ഈ ലോകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് അത് വളരെ മോശമായ കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു തെറ്റാണ്. ബട്ട് വിൽ യു ആൾവേസ് ഡു തിങ്സ് വെൽ, ആസ്ക്ഡ് ദ ലിറ്റിൽ സിസ്റ്റർ. അപ്പം ചോദിക്കുകയാണ് ആ ചെറിയ പെൺകുട്ടി, സഹോദരി ചോദിക്കുകയാണ്, ബട്ട് വിൽ യു ഓൾവേസ് ഡു തിങ്സ് വെൽ, നീ എപ്പോഴും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണോ ചെയ്യാറുള്ളത്? കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നീ നല്ല രീതിയിലാണോ? അതായത് എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അതാണ് ഇവിടെ സഹോദരി ഉദ്ദേശിക്കുന്നത്.
I get so tired, he said, and long to leave off so much. What do you do when you want to do your best, your very best? He asked suddenly. I get so tired. എനിക്ക് മടുത്തു, he said. അവൻ പറയാണ്. I long to leave off so much. എനിക്ക് പരിപാടികളൊക്കെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. What do you do when you want to do your best, your very best? He asked suddenly. പെട്ടെന്ന് നമ്മുടെ ആൺകുട്ടി ആ സഹോദരിയോട് ചോദിക്കുകയാണ്, നീ വാട്ട് ഡു യു ഡു, എന്താണ് നീ ചെയ്യുക? വെൻ യു വാണ്ട് ടു ഡു യുവർ ബെസ്റ്റ്, നീ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നീ എന്താണ് ചെയ്യുക? യുവർ വെരി ബെസ്റ്റ്, നീ ഏറ്റവും നന്നായി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നീ എന്താണ് ചെയ്യുക? ഹി ആസ്ക്ഡ് സഡൻലി. അവൻ പെട്ടെന്ന് ചോദിച്ചു. I think if I want to do my very best, then I will do it for the people I love, she answered. It make you very strong if you think of them. You can bear pain and walk for and do all kind of things, and you do not get tired so soon. I think if I want to do my very best, I will do it for the people I love. ഞാനൊരു കാര്യം നന്നായി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ആ കാര്യം എന്ത് ചെയ്യും? അത് ഞാൻ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും. ഷീ ആൻസേർഡ്. സഹോദരി പറഞ്ഞു. ഇറ്റ് മേക്ക് യു വെരി സ്ട്രോങ് ഇഫ് യു തിങ്ക് ഓഫ് ദം. അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നിനക്കൊരു ശക്തി പകരും. യു ക്യാൻ ബെർ പെയിൻ, മാത്രമല്ല നിനക്ക് പ്രശ്നങ്ങളെയൊക്കെ സഹിക്കാൻ കഴിയും. ആൻഡ് വാക്ക് ഫോർ, നിനക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും. ആൻഡ് ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ്, എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ നിനക്ക് കഴിയും. ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയർഡ് സോ സൂൺ, വളരെ പെട്ടെന്ന് മടുപ്പ് നിനക്ക് അനുഭവപ്പെടുകയുമില്ല. He thought for a moment. Then I shall paint my picture for you, he said. I shall think of you all the time I am doing it. He thought for a moment. നമ്മുടെ ആൺകുട്ടി കുറച്ച് സമയം ചിന്തിച്ച് നിന്നു. Then I shall paint my picture for you. എൻ്റെ ചിത്രം ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്, he said. അവൻ പറഞ്ഞു. I shall think of you all the time I am doing it. ഞാൻ ആ ചിത്രം വരയ്ക്കുന്ന എല്ലാ സമയവും ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കും. Once more they looked at the hills that seemed to rise up out of the deep shadow into the light, and then together they went home. Once more they looked at the hills. അവർ ഒരു തവണ കൂടെ അവർ ആ കുന്നിന് മുകളിലേക്ക് അല്ലെങ്കിൽ കുന്നുകളിലേക്ക് നോക്കി. That seemed to rise up out of the deep shadow into the light. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പൊങ്ങി നിൽക്കുന്നത് പോലെ അത് തോന്നി. മാത്രമല്ല, ആൻഡ് ദെൻ ടുഗദർ ദേ വെൻ ഹോം, അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയി. Soon afterwards a big tragedy struck the family. One night when the family was sleeping, the little sister died in her sleep. Soon afterward, വളരെ വൈകാതെ, എ ബിഗ് ട്രാജഡി, ഒരു വളരെ വലിയ ദുരന്തം, സ്ട്രക്ക് ദ ഫാമിലി, അവരുടെ കുടുംബത്തെ ബാധിച്ചു. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി, വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ്, അവരുടെ കുടുംബം ഇങ്ങനെ ഉറക്കത്തിലായിരുന്ന സമയത്ത്, ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്, ആ ചെറിയ സഹോദരി അവൾ ഉറക്കത്തിൽ മരിച്ചുപോയി. ഇത്രയുമാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഉത്തരം നിങ്ങൾ സ്വമേധയാ കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം, ഹാവ് യു എവർ പെയിൻറ്റഡ് എ പിക്ചർ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിത്രം വരച്ചിട്ടുണ്ടോ? വാട്ട് ആർ ദ തിങ്സ് യു വിൽ ഡു ടു മേക്ക് യുവർ പെയിൻറ്റിങ് ബ്യൂട്ടിഫുൾ? വാട്ട് ആർ ദ തിങ്സ്, എന്തൊക്കെ വസ്തുക്കളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് യു വിൽ ഡു, നിങ്ങൾ ചെയ്യുക, ടു മേക്ക് യുവർ പെയിൻറ്റിങ് ബ്യൂട്ടിഫുൾ, നിങ്ങളുടെ ആ ചിത്രം വളരെ മനോഹരമാക്കാൻ? രണ്ടാമത്തെ ചോദ്യം, ഹൗ അക്കോർഡിംഗ് ടു ദ ഗേൾ can the boy make people feel happy while looking at his picture? How, എങ്ങനെയാണ് അക്കോർഡിംഗ് ടു ദ ഗേൾ, ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അഭിപ്രായം അനുസരിച്ച്, ക്യാൻ ദ ബോയ് മേക്ക് പീപ്പിൾ ഫീൽ ഹാപ്പി, ഈ ആൺകുട്ടിക്ക് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുക, വൈൽ ലുക്കിംഗ് അറ്റ് ഹിസ് പിക്ചർ, അവൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ അവൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ജനങ്ങളെ അവനക്ക് എങ്ങനെയാണ് സന്തോഷിപ്പിക്കാൻ കഴിയുക ഈ കുട്ടിയുടെ അഭിപ്രായത്തിൽ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേർഡ്, വാട്ട് മേക്സ് ദ ലിറ്റിൽ ഗേൾ സേ സോ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേർഡ്,
ഇത് വളരെ വർണ്ണാഭമായ അല്ലെങ്കിൽ സുന്ദരമായ ലോകമാണ്. വാട്ട് മേക്സ് ദ ലിറ്റിൽ ഗേൾ സേ സോ? എന്താണ് ഈ പെൺകുട്ടി എങ്ങനെ പറയിപ്പിച്ച കാര്യം? നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സിൻ ബൈ ദ ബോയ്? വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ്, എന്താണ് വിശദീകരിക്കപ്പെട്ടത് ആസ് എ സിൻ, ഒരു തെറ്റായിട്ട്, ബൈ ദ ബോയ്, ഈ കുട്ടിയാൽ, അതായത് നമ്മൾ ആൺകുട്ടിയുടെ അഭിപ്രായത്തിൽ എന്താണ് തെറ്റ് എന്നുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് അക്കോർഡിംഗ് ടു ദ ഗേൾ ഷുഡ് വി ഡു വെൻ വി വാണ്ട് ടു ഗീവ് അവർ ബെസ്റ്റ്? വാട്ട്, എന്താണ് അക്കോർഡിംഗ് ടു ദ ഗേൾ, ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ഷുഡ് വി ഡു വെൻ വി വാണ്ട് ടു ഗീവ് അവർ ബെസ്റ്റ്? നമ്മൾ ചെയ്യേണ്ടത് വെൻ വി വാണ്ട് ടു ഗീവ് അവർ ബെസ്റ്റ്, നമ്മൾ നല്ല ഒരു കാര്യം നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുക ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് എന്നാണ് അഞ്ചാമത്തെ ചോദ്യം. ഓക്കെ, ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.